ഞങ്ങൾ സ്വീകരിച്ച ഒരു ആത്മസമീപനമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് മാന്യത പുലർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് UDF കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥികൾക്ക് എൻ്റെ വിജയത്തിൽ UDFിലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, മഹാനായ പാണക്കാട് തങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തം വളരെ വലുതാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. അതുപോലെ CMP പ്രവർത്തകരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ, അതുകൂടാതെ മറ്റ് വിഭാഗങ്ങളിൽ ലഭിച്ചുള്ള പിന്തുണ വലിയ പിന്തുണയാണ്. അതുകൊണ്ട് ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ടുള്ള ജനങ്ങളുടെ മനസ്സുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിച്ചത്. എനിക്ക് കടപ്പാട് കോഴിക്കോട് ജനങ്ങളോടാണ്. അത് ജാതിയില്ല, മതമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. രാഘവനാണ് നമ്മോട് സംസാരിച്ചത് കോഴിക്കോട്. NDA ഇപ്പോൾ 270ലേക്ക് താന്നിരിക്കുന്നു. നമ്മുടെ പ്രതിപക്ഷ മുന്നണി അതെ 250ലേക്ക്, നമ്മുടെ ഇന്ത്യ സഖ്യം, നമ്മുടെ NDA 250ലേക്ക്, 270ലേക്ക്. അപ്പൊ 270, 250 വളരെ അടുത്തേക്ക് വരുന്നു. ഇന്ത്യ മുന്നണി ഒരു നിവൃത്തിയില്ല. ഇത് കട്ടയ്ക്ക് 1,41,107 വോട്ടുമായി നമ്മുടെ മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ 1,41,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് വല്ലതും കിട്ടിയതായിട്ട് തോന്നുന്നില്ല. അതുപോലെ MK രാഘവൻ 1,25,683 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് UDF സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഒരു മലപ്പുറത്ത് ഞാൻ കേരളത്തിലെ 20 LDF സ്ഥാനാർത്ഥികൾ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത സ്ഥാനാർത്ഥി അത് V വസീഫാണ്. മലപ്പുറത്ത് വസീഫ് ഒരു വ്യക്തി എന്നുള്ളത് കഴിയാവുന്ന പരമാവധി പ്രചരണം നടത്തിയതാണ്. അപ്പൊ എന്നിട്ടും അവിടെ പെട്ടെന്ന് വീണ്ടും പ്രേക്ഷകർ ഉത്കണ്ഠയിലായെന്ന് തോന്നുന്നു. പ്രേക്ഷകർ ഇങ്ങനെ ചാടി യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു മലവെള്ള പാച്ചില് പോലെ യൂട്യൂബിലൂടെ 24 കാണുന്ന പ്രേക്ഷകരുടെ എണ്ണം കൂടി വരുന്ന വിജയകുമാർ കൂടുകയാണ്. പക്ഷെ അതിൽ കൂടുതലും പറയുന്നത് കൊട വേണമെന്നാണ്. കൊടയ്ക്ക് വേണ്ടി പായരുത്. നമുക്ക് കൊടയുടെ കാര്യം പിന്നീട് പറയാം. കൊടയുടെ കാര്യം നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അല്ലെങ്കിൽ കൊടയുടെ ഫാക്ടറി ഉണ്ടാക്കാം. അടൂർ പ്രകാശ് ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? തൃശ്ശൂർ BJPയുടെ ലീഡ് 60,000 കടന്നു. NDA തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ലീഡ് നിൽക്കുന്നു. തൃശ്ശൂർ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി ചലച്ചിത്ര താരം, സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായി വരുന്നു. സുരേഷ് ഗോപി എടുക്കും. കുറച്ച് കാലമായി അദ്ദേഹം തൃശ്ശൂരിൽ എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് അവസരം കൈവന്നിരിക്കുന്നത്. അദ്ദേഹം വിജയത്തിലേക്ക് കുതിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. 60,743 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന വാർത്തയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. സുരേഷ് ഗോപി അവിടെ അടൂർ പ്രകാശ് ലീഡ് കുറയാണ്. 608 വോട്ട് ലീഡാണ്. എന്നാൽ എങ്കിൽ കൂടിയും അവിടെ 2-ൽ നിന്നും LDFന് 1-ലേക്ക് ഈ സമയത്ത് വീണു പോകുന്ന ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ വോട്ട് 2 ലക്ഷത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ശോഭ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. രണ്ടാമതൊന്നും എത്താൻ കഴിയുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. പോയ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് കയറുന്നു. ഒരുപക്ഷെ ആറ്റിങ്ങലിൽ എന്താണ് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നുവെങ്കിൽ ഇതാവുമായിരുന്ന സ്ഥിതി എന്ന് തോന്നുന്നു. 44,885 വോട്ടുകളുമായി ആലപ്പുഴയിൽ KC വേണുഗോപാൽ മുന്നിൽ നിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.